മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ 1 യോഹന്നാൻ 3:2 നമുക്ക് ധ്യാനിക്കാം. First letter of Saint John, chapter 3, verse 2. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിന്റെ മക്കളാണ്. നാം എന്തായി തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. എങ്കിൽ ഒരു കാര്യം നാം അറിയുന്നു: അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും. അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും. പ്രിയമുള്ള സഹോദരങ്ങളെ, മരണാനന്തരം നമ്മളുണ്ടാകുന്ന രൂപാന്തരം എന്തായിരിക്കുമെന്ന് നമുക്ക് വ്യക്തമായ അറിവില്ല. ഗ്രഹിക്കാൻ സാധിക്കുമെങ്കിൽ എത്ര നല്ലതായിരുന്നു. ഈശോ മിശിഹായിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിലുണ്ടാകുന്ന രൂപാന്തരം എന്താണെന്നും മരണാനന്തരം ഏത് സ്ഥിതിയിലായിത്തീരുമെന്നും യോഹന്നാൻ ഉണ്ടായിരുന്ന ബോധ്യം ഇവിടെ വ്യക്തമാവുകയാണ്. ദൈവ സംസർഗത്തിൽ ജീവിക്കുന്നവരിൽ ദൈവിക സ്വഭാവം വെളിപ്പെടും. അപ്പോൾ അവർ ദൈവമക്കളാണ്. മരണാനന്തരം നമ്മൾ ഈശോയെ മുഖാമുഖമായി കാണും. തൽഫലമായി നമ്മൾ ഈശോയോട് സാദൃശ്യമുള്ളവരാകും. ഈ രൂപാന്തരം ലോക ജീവിതകാലത്ത് ആരംഭിക്കുന്നതും വളർന്ന് മരണാനന്തരം പൂർത്തീകരിക്കുന്നതുമാണ്. ദൈവമക്കളായ ഈ ലോകത്തിൽ ജീവിക്കുന്നവർ ഇപ്പോൾ പൂർണ്ണരല്ല, അത് ശരിയാണ്. എന്നാൽ നിത്യതയിൽ ഈശോയെ അഭിമുഖമായി കാണുമ്പോൾ ഈശോയോട് തുല്യരായി തീരും. ഈ ജീവിതകാലത്ത് ലഭിക്കുന്ന ആത്മീയ അനുഭവം പ്രഭാതരശ്മികൾക്ക് തുല്യമാണെങ്കിൽ നിത്യത മധ്യാഹ്ന സൂര്യപ്രഭയ്ക്ക് സമമാണ്. ഈശോ മിശിഹായിൽ വിശ്വസിച്ച് രക്ഷ സ്വായത്തമാക്കി ദൈവമക്കളാകുന്നവർ ആത്മീയമായി വളരുകയും നിത്യതയിൽ ഈശോയ്ക്ക് സമന്മാരായി തീരുകയും ചെയ്യും. അതാണ് ദൈവമക്കളായി ജീവിക്കേണ്ട നമ്മുടെ ചുമതല. അനേകായിരങ്ങൾ ഈശോയോടുള്ള ബന്ധത്തിന്റെ ഫലമായി തന്റെ സാദൃശ്യത്തിലേക്ക് രൂപാന്തരം പ്രാപിച്ചു വരുമ്പോൾ അവർക്ക് മുമ്പനും ആദ്യജാതനും ഈശോ. നീ ഈശോയോടുള്ള ബന്ധത്തിൽ ദൈവപുത്രരായി ജീവിച്ചാൽ നിത്യതയിൽ ഈശോയോടുകൂടെ നമ്മൾ ഈശോയുടെ സദൃശ്യരായി ജീവിക്കും. അതാണ് രക്ഷയുടെ പൂർണ്ണത. ഇന്ന് ദൈവപുത്രനോട് ബന്ധപ്പെട്ടവർ നിത്യതയിൽ പൂർണ്ണ ദൈവമക്കളായി തീരും എന്നതാണ് യാഥാർത്ഥ്യം. അതിന് നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.